2024-25 വിശ്വാസ പരിശീലന പ്രവേശനോത്സവം പെരിയാർ മുഖം ഇടവകയിൽ 2024 ജൂൺ 2-ാം തീയതി രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം 13 പൊതുവിദ്യാർത്ഥികൾ വിശ്വാസ പരിശീലനത്തിന് ആരംഭം കുറിച്ചു. വികാരി അച്ഛനും അധ്യാപകരും സമ്മാനങ്ങളും ആശംസകളുമായി ഏറെ വാത്സല്യത്തോടെയാണ് കുട്ടികളെ സ്വാഗതം ചെയ്തത്. നമ്മുടെ ഇടവകയിൽ ഒരു വർഷക്കാലം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച സിസ്റ്റർ അഞ്ജു എസ്ലിക്ക് യാത്രാമംഗളങ്ങളും ഉപരിപഠനത്തിനുമായുള്ള ആശംസകളുമേകി. അതോടൊപ്പം കാറ്റീസം ഡിപ്പാർട്ട്മെന്റിലേക്ക് പുതുതായി കടന്നുവന്ന വിശ്വാസ പരിശീലകരായ സിസ്റ്റർ ലില്ലി CSC, സിസ്റ്റർ സ്റ്റെല്ല എസ്ലി, ബ്രദർ സെബിൻ എന്നിവരെ പ്രത്യേകം സ്വാഗതം ചെയ്തു. തിരുഹൃദയ തിരുനാൾ ആഘോഷം ജൂൺ 9-ാം തീയതി ഞായറാഴ്ച പെരിയാർ മുഖം ഇടവകയിൽ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ആഘോഷമാക്കി. അതിന്റെ ഭാഗമായി കാറ്റഗിസം കുട്ടികൾ 12 ക്ലാസുകളിൽ നിന്ന് ഓരോരുത്തരായി ഈശോയുടെ തിരുഹൃദയം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനെ വെളിപ്പെടുത്തിയ 12 വാഗ്ദാനങ്ങൾ സജോച്ചന്റെ തിരുഹൃദയ തിരുനാൾ സന്ദേശത്തിന് ശേഷം വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. തിരുഹൃദയ ഭക്തി ജീവിതത്തിലുടനീളം ഉൾക്കൊള്ളണമെന്ന സന്ദേശവും ഏവർക്കും നൽകി. തുടർന്ന് വിശ്വാസ പരിശീലന ക്ലാസുകൾക്ക് ശേഷം കുട്ടികളുടെ ആക്ടിവിറ്റീസ് കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനായി 4 ഗ്രൂപ്പുകളായി അവരെ തിരിക്കുകയും ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. പെരിയാർ മുഖം ഇടവകയ്ക്ക് പുതിയ ഒരു കപ്പേള കൂടി. ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കും പരിശ്രമങ്ങൾക്കും ഒടുവിൽ കീഴ്മാട് ഭാഗത്ത് വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിൽ കപ്പേള നിർമ്മാണത്തിനായുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു. തുടർന്നും ഏവരുടെയും പ്രാർത്ഥനയും സഹായ സഹകരണവും വേണമെന്ന് വികാരി അച്ഛൻ അറിയിച്ചു. മാനവ ഹൃദയത്തിലെ വിശപ്പിനുള്ള മറുപടിയാണ് ദിവ്യകാരുണ്യം. ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂൺ 2-ന് ദിവ്യകാരുണ്യ തിരുനാൾ ദിനത്തിൽ സെന്റ് പീറ്റേഴ്സ് അങ്കണത്തിൽ തീർത്ഥാടകർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദേശം നൽകി. മാനവ ഹൃദയത്തിലെ ഏറ്റവും ആഴമേറിയ വിശപ്പിനുള്ള ദൈവത്തിന്റെ മറുപടിയാണ് ദിവ്യകാരുണ്യം. ഓരോ ദിവ്യബലിയിലും നൽകപ്പെടുന്ന ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണ്. 7-ൽ ഒരു ക്രൈസ്തവ വിശ്വാസി മതമർദ്ദനം നേരിടുന്നു. വത്തിക്കാൻ വിദേശകാര്യ സെക്രട്ടറി ലോകത്തിലെ 36.5 കോടി ക്രൈസ്തവർ തങ്ങളുടെ മതവിശ്വാസത്തിന്റെ പേരിൽ രൂക്ഷമായ തലത്തിലുള്ള പീഡനം നേരിടുന്നുണ്ടെന്ന് വത്തിക്കാൻ വിദേശകാര്യ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലക്കർ പറഞ്ഞു. റോമിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ്. 2023-ൽ ക്രൈസ്തവർക്കെതിരായ മതമർദ്ദനങ്ങൾ ഗണ്യമായ തോതിൽ വർദ്ധിച്ചു. കരവാജിയോയുടെ സുപ്രസിദ്ധ ചിത്രം കണ്ടെത്തി. 16-ാം നൂറ്റാണ്ടിലെ സുപ്രസിദ്ധ ഇറ്റാലിയൻ ചലച്ചിത്രകാരനായിരുന്ന മൈക്കലാഞ്ചലോ കരവാജിയോ രചിച്ചതും നഷ്ടപ്പെട്ടു പോയിരുന്നതുമായ ക്രിസ്തുവിന്റെ സുപ്രസിദ്ധ ചിത്രം കണ്ടെത്തി. കലാചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കണ്ടെത്തലുകളിൽ ഒന്നാണ് ഇതെന്ന് വിദഗ്ധർ പറയുന്നു. പീലാത്തോസിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ട പരിക്ഷീണനായ ക്രിസ്തുവിനെയാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ഇതാ മനുഷ്യൻ എന്ന് പേരിട്ട ചിത്രം ഇപ്പോൾ സ്പെയിനിലെ മാഡ്രിഡിലുള്ള മ്യൂസിയത്തിലാണ് സൂക്ഷിക്കുന്നത്. പ്രവാസികളുടെ മരണത്തിൽ അനുശോചനം. KCBC കുവൈറ്റ് സിറ്റിയിൽ കഴിഞ്ഞ ദിവസം പ്രവാസികളായ തൊഴിലാളികൾ താമസിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ച് മലയാളികൾ ഉൾപ്പെടെ 49 പേർ മരിക്കാനിടയായത് ഹൃദയഭേദകമായ സംഭവമാണ്. മരണമടഞ്ഞ സഹോദരങ്ങളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ കേരള കത്തോലിക്ക സഭയും പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തു.